ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് അത് തന്നെയാണ് എഫ് ഡാഷ് എക്സ്. ഈ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് തന്നെയാണ് എഫ് ഡാഷ് എക്സ്. ഈ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഈ വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് ഏതാണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഇവിടെ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള കാര്യം. ഇനി വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞിട്ട് ഏതാണോ വരുന്നത് അതാണ് ഡിനോമിനേറ്ററിൽ നിന്ന് ഓർത്താൽ മതി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിനെയാണ് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിന് നമ്മൾ എങ്ങനെ എഴുതണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആ ഏതാണോ വരുന്നത് അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക. വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് വരുന്നത് താഴെ ഡിനോമിനേറ്ററായിട്ട് എഴുതുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നതാണ് dy ബൈ ഡി എക്സ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് r വെൻ r ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് r കണ്ടുപിടിക്കണം, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡെഫിനിഷൻ വെച്ച് ഇത് dy ബൈ ഡി എക്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ വാല്യൂ അതാണ് ന്യൂമറേറ്ററായിട്ട് എഴുതേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് എഴുതുന്ന ഈ വാല്യൂ ഡിനോമിനേറ്ററായിട്ടും എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് r എന്ന് പറയുന്നതിനെ ഇവിടെ നമ്മൾ എഴുതിയതുപോലെ നമുക്കിവിടെ എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y അതാണ് ന്യൂമറേറ്ററായിട്ട് വന്ന y. വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് എഴുതിയത് ഡിനോമിനേറ്ററായിട്ട് എഴുതണം എന്നും പറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിളിനെ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ട് സൂചിപ്പിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ദാറ്റ് ഈസ് ഈ എ ആണ് ന്യൂമറേറ്ററായിട്ട് എഴുതേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് വരുന്ന വാല്യൂ ആണ് ഡിനോമിനേറ്ററായിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞിട്ട് വരുന്ന r ഡിനോമിനേറ്ററായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് dy ബൈ ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മളുടെ ഡെഫിനിഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ആണ്. അതായത് ഈ y ആണ് ന്യൂമറേറ്ററിൽ എഴുതിയത്, വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് വരുന്ന വാല്യൂ ആണ് ഡിനോമിനേറ്ററായിട്ട് എഴുതിയത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ, ആ ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഏരിയയെ a ആയിട്ട് എടുത്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് a വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് r ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എഴുതിയതുപോലെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് a dA വിത്ത് റെസ്പെക്ട് ടു കഴിഞ്ഞ് വരുന്നത് താഴെ എഴുതി ഡിനോമിനേറ്റർ dA ബൈ ഡി ആർ എന്നാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് dA ബൈ ഡി ആർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് a എന്ന് പറയുന്നത് എന്താണ് ഡെഫിനിഷൻ? നമുക്കറിയാം ഒരു സർക്കിൾ, ആ സർക്കിളിന് ഒരു റേഡിയസ് r ഉണ്ട്. അപ്പോൾ സർക്കിളിന് റേഡിയസ് r ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ ഏരിയ പൈ r² ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ പൈ r². അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷനെ നമുക്കിനി എങ്ങനെ മാറ്റി എഴുതാം? അതായത് dA ബൈ ഡി ആർ എന്ന് പറയുന്നത് d ബൈ ഡി ആർ ഓഫ് എയ്ക്ക് പകരം പൈ r². ദാറ്റ് ഈസ് d ബൈ ഡി ആർ ഓഫ് പൈ r². ഇനി ഡിഫറൻസിയേഷൻ്റെ റൂൾ വെച്ചിട്ട് ഒരു കോൺസ്റ്റൻറ്റും ഇവിടെ
വിത്ത് റെസ്പെക്ട് ടു ആർ, അതായത് ആർ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട്, ഇവിടെ ആറിലുള്ള ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തി പൈ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ എന്ന് എഴുതണം. ഇനി ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതുപോലെ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പോലെ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്നിൻ്റെ റൂളുണ്ട്, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ വെച്ചിട്ട് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അതുകൊണ്ട് ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ എന്തായിരിക്കും? ഈ എക്സ് പോലെയാണ് ഇവിടെ ആറ് വന്നേക്കുന്നത്. അപ്പോൾ എൻ ടു ആർ റൈസ് ടു 2 മൈനസ് 1, ദാറ്റ് ഈസ് 2r, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 2r, അല്ലെങ്കിൽ 2 പൈ ഇൻറ്റു ആർ എന്ന് എഴുതാം. നമ്മളുടെ ചോദ്യം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ആർ 5 സെൻറ്റിമീറ്റർ ആവുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് വേണ്ടത്. അതായത് വെൻ ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ആർ. ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു, ഡി എ ബൈ ഡി ആർ എത്രയെന്ന് നമുക്ക് കിട്ടി? 2 പൈ ആർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആറിന് 5 എന്നുള്ള വാല്യൂ ആകുമ്പോഴോ 2 പൈ ഇൻറ്റു 5, ദാറ്റ് ഈസ് 2 പൈ ഇൻറ്റു 5 എത്രയാണ്? 10 പൈ. ഇനി യൂണിറ്റ് എങ്ങനെ എഴുതും? ഡി എ ബൈ ഡി ആർ എന്നാണല്ലോ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താ? ഇവിടെ നമുക്ക് റേഡിയസ് സെൻറ്റിമീറ്ററില്ല, അപ്പോൾ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ആർ, റേഡിയസ് സെൻറ്റിമീറ്ററിൽ. സോ ഇതാണ് നമ്മളുടെ ഡി എ ബൈ ഡി ആർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ 10 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume of a cube is increasing at a rate of 9 cubic centimeters per second. How fast is the surface area increasing when the length of an edge is 10 centimeter? അതായത് ഒരു ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് 9 cubic centimeters per second. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ എത്ര ഫാസ്റ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 10 സെൻറ്റിമീറ്റർ. അതായത് വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 9 cubic centimeters per second എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ ക്യൂബ് 9 cubic centimeter per second. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എത്ര ഫാസ്റ്റിലാണ്? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് വെൻ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നാലേ ഉള്ളൂ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് തന്നിരിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നിട്ടുണ്ട് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്? 9 cubic centimeter, 9 cubic centimeter per second എന്ന് തന്നിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ് വേണ്ടത് വെൻ ലെങ്ത് ഓഫ് ആൻ എഡ്ജ്, ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഓഫ് ക്യൂബ് അല്ലേ? തന്നിരിക്കുന്ന ഷേപ്പ് ക്യൂബാണ്, അതിൻ്റെ ഒരു എഡ്ജിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആവുമ്പോൾ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നിട്ടുണ്ട് 9 cubic centimeter per second. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ് വേണ്ടത് ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഓഫ് ക്യൂബ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് dy ബൈ ആ ടേമിലോട്ട് മാറ്റണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓരോന്നും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പ് ക്യൂബാണല്ലോ. അപ്പോൾ ക്യൂബിൻ്റെ ഒരു സൈഡ് ലെറ്റ് 1
സൈഡ് ഓഫ് ക്യൂബ്. ക്യൂബിൻ്റെ ഒരു സൈഡിനെ നമ്മൾ എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് ക്യൂബിൻ്റെ വോളിയം എന്തായിരിക്കും? എക്സ് ക്യൂബ് ആയിരിക്കും. അതായത് ക്യൂബിൻ്റെ ഒരു സൈഡ് നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ ക്യൂബിൻ്റെ വോളിയം എക്സ് ക്യൂബ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? സർഫസ് ഏരിയയുടെ കാര്യം വേണം. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 × x² ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ വെച്ച് ക്യൂബിൻ്റെ വൺ സൈഡ് എക്സ് ആയിട്ട് എടുത്താൽ ക്യൂബിൻ്റെ വോളിയം എക്സ് ക്യൂബ് ആയിരിക്കും, ക്യൂബിൻ്റെ സർഫസ് ഏരിയ 6x² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ dy/dx. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എന്താണെന്ന് തന്നിട്ടില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുന്നത്, അതായത് dv/ ഇവിടെ എന്തോ ഉണ്ട്, അത് 9 cubic centimeter per second എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളത് ന്യൂമറേറ്ററാണ്, സെക്കൻഡ് എന്നുള്ളത് ഡിനോമിനേറ്ററിൻ്റെ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് എന്നുള്ളത് എന്താണ്? സെക്കൻഡ് എന്നുള്ളത് ഏതിൻ്റെ യൂണിറ്റാണ്? ടൈമിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുന്നത് dv/dt ആണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളത് ന്യൂമറേറ്ററിൻ്റെ യൂണിറ്റും സെക്കൻഡ് എന്നുള്ളത് ഡിനോമിനേറ്ററിൻ്റെ യൂണിറ്റുമാണ്. ഈ ഡിനോമിനേറ്ററിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ടൈം ആയിരിക്കും, ടി ആയിരിക്കും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ, ദാറ്റ് ഈസ് ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് 10 സെൻറ്റിമീറ്റർ? എക്സ് ആണ് 10 സെൻറ്റിമീറ്റർ. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നതും കണ്ടുപിടിക്കാനുള്ളതും. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണുള്ളത്. ഇനി അതിനെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. അതായത് dv/dt 9 എന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്കതിനെ 9 = dv/dt എന്ന് എഴുതാമല്ലോ. ഇനി ദാറ്റ് ഈസ് d/dt ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബാണ്. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെയുള്ളത് എക്സ് ക്യൂബാണ്, പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ഇതിനെ ഇപ്പോൾ d/dt × dx/dx × എക്സ് ക്യൂബ് എന്ന് നമുക്ക് എഴുതാമല്ലോ, അല്ലേ? dx/dx ക്യാൻസൽ ചെയ്തു, അത് 1 ആയി. പിന്നെയും d/dt ഓഫ് എക്സ് ക്യൂബ് എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇവരെ അങ്ങ് ഒന്നിച്ചെഴുതുകയാണ്. അപ്പോൾ എക്സ് ക്യൂബ് ഒന്നിച്ചെഴുതുക. d/dx ഓഫ് എക്സ് ക്യൂബ് × dx/dt ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതി. ഇനി നോക്കുക, അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ d/dx ഓഫ് എക്സ് ക്യൂബ് എന്താണ്? 3x² × dx/dt. ഇപ്പുറത്ത് ആരുണ്ട്? 9 = ഇതിൽ നിന്ന് dx/dt എങ്ങനെ എഴുതാം? dx/dt എന്ന് പറയുമ്പോൾ 9/3x², ദാറ്റ് ഈസ് 3/x². അതായത് dx/dt 3x² എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് തന്നിരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയമാണ്, അത് 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ 9 = dv/dt എന്ന് എഴുതി. അതിനുശേഷം 9 = dv/dt എന്ന് എഴുതി. വിക്ക് പകരം വോളിയം എക്സ് ക്യൂബ് എന്ന് എഴുതി. എക്സ് ക്യൂബ് ഇവിടെ എക്സും ഇവിടെ ടിയുമാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതായത് ഇത് എക്സ് ക്യൂബ് ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ ഒരു dx മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ആവശ്യമുള്ളവരെ മാത്രം ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് ഞാൻ എടുത്തു. അപ്പോൾ d/dx × x³ × dx/dt എന്ന് എഴുതി. d/dx ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3x² × dx/dt ആണ്. അതിൽ നിന്ന് dx/dt മാത്രം അവിടെ നിർത്തുന്നു. × 3x² ഇപ്പുറത്തോട്ട് വന്ന് /3x² ആയി. അത് ക്യാൻസൽ ചെയ്ത് 3/x² ആയി. അപ്പോൾ dx/dt 3/x² എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടത്? ds/dt ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ds/dt എന്ന് പറയുന്നത്
d/dt ഓഫ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്താണ് 6x² ആണ്. ഇനി നോക്കുക, ഇതിനെ 6 ഇങ്ങോട്ട് മാറ്റി നിർത്തി d/dt ഓഫ് x² എന്ന് എഴുതാം. നോക്കിക്കേ, വീണ്ടും ഇതുപോലെ തന്നെയല്ലേ പ്രശ്നം വരുന്നത്. ഇവിടെ x² ആണ്, ഇവിടെ t ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ dx/dx ഇൻറ്റു x² എന്ന് എഴുതുക. 6 ഇൻറ്റു നമുക്ക് ആവശ്യമുള്ളവരെ ഒന്നിച്ചെഴുതുക d/dx ഓഫ് x² ഇൻറ്റു dx/dt. 6 ഇൻറ്റു d/dx ഓഫ് x² എന്ന് പറയുന്നത് 2x dx/dt. ഇവിടെ dx/dtക്ക് പകരം 3/x² എന്നുണ്ട്. ദാറ്റ് ഈസ് 6 ഇൻറ്റു 6 36, 6 ഇൻറ്റു 6 36, x/x² 36/x. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വെൻ എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്ററാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ds/dt എന്ന് പറയുന്നതിനെ 36/10, ദാറ്റ് ഈസ് 3.6. ഇനി യൂണിറ്റ് എങ്ങനെ എഴുതും? ഇവിടെ നോക്കുക, സർഫസ് ഏരിയ അല്ലേ, സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് സർഫസ് ഏരിയ cm² per time second. That is rate of change of surface area എന്ന് പറയുന്നത് 3.6 cm² per second. Next question. A stone is dropped into a quiet lake and waves move in circles at a speed of 4 cm per second. അതായത് ഒരു ശാന്തമായ തടാകത്തിലേക്ക് ഒരു കല്ല് എറിയുന്നു. അപ്പോൾ നമുക്കറിയാം, അനങ്ങാതെ കിടക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ അവിടെ ഒരു സർക്കിൾസ് ഫോം ചെയ്യും അല്ലേ. വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm per second. അപ്പോൾ ആ സർക്കിൾസ് ഫോം ചെയ്തത് സ്പീഡിൻ്റെ റേറ്റ് 4 cm per second ആണ്. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഈസ് 10 cm. സർക്കുലർ വേവിൻ്റെ റേഡിയസ് 10 cm ആവുമ്പോൾ ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്? അപ്പം എത്ര സ്പീഡിലാണ് എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു കല്ല് ശാന്തമായ തടാകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് ഷേപ്പിൽ വേവ്സ് ഫോം ചെയ്തു. അതായത് ശാന്തമായി കിടക്കുന്ന ഒരു തടാകത്തിലേക്ക് കല്ലുകൾ ഇട്ടപ്പോൾ സർക്കിൾസ് ഷേപ്പിൽ വേവ്സ് ഫോം ചെയ്തു. സ്പീഡാണ് 4 cm per second. ഇനി എപ്പോഴാണ്, അതായത് സർക്കുലർ വേവിൻ്റെ റേഡിയസ് 10 cm ആയിരിക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻക്ലോസ്ഡ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം, വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm per second ആണ് തന്നേക്കുന്നത്. അപ്പോൾ നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡാണ് തന്നേക്കുന്നത്. അതായത് dr/dt അതാണ് 4 cm per second എന്ന് തന്നേക്കുന്നത്. ഇനി അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഈസ് 10 cm, അതായത് വെൻ റേഡിയസ് ഈസ് 10 cm, how fast is the enclosed area increasing? എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എത്ര ഫാസ്റ്റിലാണ്? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? dA/ ഏതോ ഒരു വാല്യൂ, ഡിനോമിനേറ്റർ ഏതാണെന്ന് അറിയാൻ വയ്യ. അപ്പം നമുക്ക് നോക്കിക്കുക എങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് എത്താം. നമുക്ക് എങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് എത്താം? അതായത് r 10 cm ആണല്ലോ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുക, dr/ എങ്ങനെയാണ് ചെയ്തത്? വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ, അത് തന്നെയായിരിക്കും ഇവിടെയും. അതായത് dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത മുമ്പോട്ട് പോകുന്നത്? നമുക്ക് dA/dt വേണ്ടത്. ഇവിടെ ഏരിയ, ഏതിൻ്റെ ഏരിയ ആണ്? റേഡിയസ് ഓഫ് എ സർക്കുലർ വേവ്, അതായത്
നമ്മളുടെ വേവ്സ് മൂവ് ചെയ്യുന്നത് സർക്കിൾസിലാണ്. അതായത് ഏരിയ ഓഫ് സർക്കിളാണ് വേണ്ടത്. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ്. ഇനി നമുക്കപ്പോൾ ഡി എ ബൈ ഡി ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ. ഇനി ഇതും നമ്മൾ മുമ്പേ ചെയ്തതുപോലെ പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ. അവിടെയും ഇവിടെ ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഏതുണ്ടെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആർ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ അതിനെ ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ആർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ പൈ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ 2r ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു പൈ 2 പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. നമ്മളുടെ ചോദ്യം എന്താണ്? വെൻ റേഡിയസ് ഓഫ് സർക്കുലർ വേവ് ഈസ് 10 സെൻറ്റിമീറ്റർ, അതായത് വെൻ ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഡി ആർ ബൈ ഡി ടി എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത്രയും എത്തിച്ചത്. ഇനി ഇതിന് ഡി എ ബൈ ഡി ടി ആണ് അപ്പോൾ ഈ കിട്ടിയ വാല്യൂ. നമ്മുടെ ചോദ്യം വെൻ ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഡി എ ബൈ ഡി ടി എന്താണെന്നാണ് ചോദ്യം. വെൻ ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് 2 പൈ ഇൻറ്റു ആറിന് 10 കൊടുക്കുക ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് ചോദ്യം തന്നിട്ടുണ്ടല്ലോ 4. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും മതി. ഇവിടെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടിക്ക് പകരം 4 എന്ന് വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 8 പൈ ആർ എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ 8 പൈ ഇൻറ്റു ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് 8 പൈ ഇൻറ്റു 10 ദാറ്റ് ഈസ് 80 പൈ. യൂണിറ്റ് എങ്ങനെ എഴുതും? ഡി എ ബൈ ഡി ടി എന്നല്ലേ. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. സെൻറ്റിമീറ്റർ തന്നിരുന്നാൽ ഏരിയ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ടൈം. ടി ആണ് ടൈം, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് 80 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക്. ഒരു ശാന്തമായ തടാകത്തിലേക്ക് ഒരു കല്ലെറിയുന്നു. അന്നേരം വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് സർക്കുലർ ഷേപ്പിലാണ്, സർക്കിൾസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സ്പീഡാണ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ആണ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഈസ് 10 സെൻറ്റിമീറ്റർ, അതായത് വെൻ സർക്കുലർ വേവിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ദാറ്റ് ഈസ് വെൻ ആർ ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻക്ലോസ്ഡ് ഏരിയ ആണ് വേണ്ടത്. അതായത് ഡി എ ബൈ ഡി ടി ആണ് വേണ്ടത്. ഇനി നമുക്ക് സർക്കുലർ വേവ്സ് തന്നേക്കുന്നത്. അപ്പോൾ സർക്കിളാണ് ഷേപ്പ്. ഏരിയ ഓഫ് സർക്കിൾ എ ആണ്. ഏരിയ ഓഫ് സർക്കിൾ എ ആണ്, പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഡി എ ബൈ ഡി ടി ആണല്ലോ വേണ്ടത്. ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഈ എക്ക് പകരം പൈ ആർ സ്ക്വയർ. ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ. ഇനി പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്, ഇവിടെ ആർ സ്ക്വയർ ആയതുകൊണ്ട് നമുക്കൊരു ഡി ആർ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് ഡി ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതിനുശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഡി ആർ ബൈ ഡി ടിക്ക് പകരം 4 എന്നുള്ള വാല്യൂവും കൊടുത്തു. ദാറ്റ് ഈസ് 8 പൈ ആർ എന്ന് എഴുതി. ആറിന് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 8 പൈ ഇൻറ്റു 10 ദാറ്റ് ഈസ് 80 പൈ. യൂണിറ്റ് എങ്ങനെ എഴുതും? ഏരിയ
cm² per time second. Next question. A ladder 5 meter long is leaning against a wall. ഒരു ഭിത്തിയിൽ ഒരു ഏണി 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നു. അപ്പോൾ ഭിത്തിയിൽ ഒരു ഏണി ചാരി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് ഭിത്തിയായിട്ട് എടുക്കാം. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു ഭിത്തിയിൽ 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ചാരി വെച്ചേക്കുന്നു. ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട്. അതായത് ലാഡറിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഏണിയുടെ താഴ്ഭാഗം പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വോൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. അതായത് ഈ ഏണിയുടെ താഴ്ഭാഗം ഭിത്തിയിൽ നിന്നും മാറ്റി വെച്ചേക്കപ്പെടുന്നതിൻ്റെ റേറ്റാണ് 2 cm/s. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നു. അപ്പോൾ ഇതാണ് ഭിത്തി. അതിനെ നമ്മൾ ഇത് എയും ബിയും സിയുമായിട്ട് എടുത്താൽ ഈ എ ബി ആണ് നമ്മൾ ഭിത്തിയായിട്ട് എടുക്കുന്നത്, വോൾ. ഇനി ഈ ലാഡറാണ് എ സി എന്ന് പറയുന്നതാണ് ഏണി. അപ്പോൾ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വോൾ. അതായത് ഈ ലാഡറിൻ്റെ താഴ്ഭാഗം ഭിത്തിയിൽ നിന്നും നീക്കി വെച്ചേക്കുന്നതിൻ്റെ റേറ്റാണ് 2 cm/s. ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ്. അപ്പോൾ ഈ ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ് വെൻ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 meter away ഫ്രം ദ വോൾ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വെച്ചേക്കുന്ന ഏണി, ഈ ഏണി ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ചരിച്ചങ്ങ് വെക്കുവാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഏണിയെ ഈ പോർഷൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയാൽ ഈ പോർഷൻ എന്താ സംഭവിക്കുന്നത്? ഈ പോർഷൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വരും അല്ലേ? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് വെൻ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 meter away ഫ്രം ദ വോൾ. അതായത് ഭിത്തിയിൽ നിന്നും 4 മീറ്റർ മാറിയാണ് ഈ ഏണിയുടെ ബോട്ടം പോർഷൻ വരുന്നതെങ്കിൽ, അതായത് ഭിത്തിയിൽ നിന്നും 4 മീറ്റർ മാറി ഈ ഏണിയുടെ താഴ്ഭാഗം വരുമ്പോൾ ഈ ലെങ്ത് ഇങ്ങോട്ട് മാറുമ്പോൾ ഇത് താഴോട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ്. ഈ ഹൈറ്റ്, അതായത് ഈ വോൾ അല്ലെങ്കിൽ ഈ എ ബി എന്നുള്ളത് ഇങ്ങനെ കുറയുമല്ലോ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈ എ എന്നുള്ള പൊസിഷൻ ഇങ്ങോട്ട് മാറും. അപ്പോൾ ഈ വരുന്ന ഈ വോളിൻ്റെ ഭിത്തിയുടെ ഹൈറ്റ് എന്തോരം കുറയും ഈ ലാഡർ അങ്ങോട്ട് മാറ്റുമ്പോൾ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് അതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി ഈ വോളിൻ്റെ ഹൈറ്റിനെ വൈ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? നമുക്ക് ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് എവേ ഫ്രം ദ വോൾ. ഈ ഏണിയുടെ താഴ്ഭാഗം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലാഡർ, അതായത് ബോട്ടം ഓഫ് ദ ലാഡർ, ഈ ഏണിയുടെ താഴ്ഭാഗം ഭിത്തിയിൽ നിന്നും മാറ്റപ്പെടുന്നതിൻ്റെ റേറ്റാണ് 2 cm. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്താൽ ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് 2 cm/s. അതായത് dx/dt ആണ് 2 cm/s എന്ന് തന്നേക്കുന്നത്. അതായത് ഈ എക്സ് എന്നുള്ളത് ഭിത്തിയിൽ നിന്നും ഈ ലാഡർ വരെയുള്ള ലെങ്ത് ആയിട്ട് എടുക്കുന്നു. വൈ എന്നുള്ളത് ഭിത്തിയുടെ ഈ ലാഡറിൻ്റെ മേൽഭാഗവും ഇവിടവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ dx/dt തന്നിട്ടുണ്ട്, 2 cm/s എന്ന് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ്. അപ്പോൾ ഭിത്തിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഈ
ഈ ഒരു പോർഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് y ആണ് എടുത്തു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ഓൺ വോൾ ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ഓൺ ദ വോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ y ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ dy/dt ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെൻ foot of the ladder is 4 meter away from the wall. When foot of the ladder, ലാഡറിൻ്റെ ഫൂട്ട് ഭിത്തിയിൽ നിന്നും എത്ര മാറിയിരിക്കുമ്പോൾ? 4 മീറ്റർ മാറിയിരിക്കുമ്പോൾ. അതായത് ലാഡറിൻ്റെ ഫൂട്ട് ഭിത്തിയിൽ നിന്നും ഇത്രയും മാറിയിരിക്കുക, 4 മീറ്റർ മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ when x = 4. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. when x = 4 dy/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നു. അപ്പോൾ ഇതാണ് 5 മീറ്റർ നീളമുള്ള ഏണി ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നു. ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വോൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. അതായത് ഈ ഭിത്തിയും ഈ ഏണി വെച്ചേക്കുന്ന അവിടെയും തമ്മിലുള്ള അകലമാണ് x. അപ്പോൾ ബോട്ടം ഈ ഡിസ്റ്റൻസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് 2 cm/s. അതായത് dx/dt ആണ് 2 cm/s. ഹൗ ഫാസ്റ്റ് ഈസ് ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ് വെൻ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ ഫ്രം ദ വോൾ. അപ്പോൾ ഇതാണ് ഭിത്തിയുടെ ഹൈറ്റ്. ഈ ബോട്ടം പോർഷൻ ഭിത്തിയിൽ നിന്നും 4 മീറ്റർ മാറുമ്പോൾ ഈ ഏണി ഇവിടെ വെച്ചിരുന്ന ഏണി ഇവിടെ ഇങ്ങോട്ട് മാറുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും. അതായത് ഈ ഒരു പോർഷൻ്റെ ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ്, അതായത് dy/dt ആണ് വേണ്ടത്. when x = 4. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നോക്കുക, ഭിത്തിയും ഈ ഒരു ഗ്രൗണ്ടും. അപ്പോൾ ഇത് 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി. ഏതൊരു റൈറ്റ് ട്രയാങ്കിളും പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നല്ലേ? ദാറ്റ് ഈസ് x² + y² = 5² അല്ലെങ്കിൽ 25. നമുക്ക് dy/dt വേണ്ടത്. dy/dt ഇതിൽ നിന്ന് dy/dtയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് dy/dtയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും d/dt വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് d/dt of x² + y² = d/dt of 25. ഇവിടെ നമുക്കിനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. d/dt of x² + d/dt of y² = d/dt of 25 0. d/dt of x² 2x × dx/dt plus 2y × dy/dt = 0. ഇനി നോക്കുക, ഇവിടെ 2x 2y, അപ്പം 2 അങ്ങ് കോമൺ എടുക്കാം. ആ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇതിനെ x dx/dt പ്ലസ് y dy/dt = 0 എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുണ്ട് dx/dt 2 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. ആ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. x × 2 പ്ലസ് y × dy/dt = 0. അങ്ങനെയാണെങ്കിൽ y × dy/dt മാത്രം ഈ സൈഡ് എഴുതുക, -2x ആയി. അങ്ങനെയാണെങ്കിൽ dy/dt എന്താകും? -2x/y ആയി. ഇനി അപ്പോൾ എങ്ങനെ x² + y² = 25 എന്ന് കിട്ടി? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ആ റിലേഷൻ വെച്ച് x² + y² = 25 ആയി. എന്തിന് രണ്ട് സൈഡിലും d/dt എടുത്തു? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് dy/dt കണ്ടുപിടിക്കേണ്ടേ. ഇതിൽ നിന്ന് dy/dtയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ t വെച്ച് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് d/dt എടുത്തത്. ഓക്കെ, ഇനി dy/dt = ഇത്രയും നമ്മൾ എഴുതി. ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യും? dy/dt = -2x/y എന്നായി. നമ്മുടെ ചോദ്യം എന്താ? when x = 4 cm dy/dt എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉള്ള എന്താണ്? x² + y² = 25 എന്നല്ലേ ഉള്ളത്.
ഇവിടെ എക്സിന് 4 കൊടുത്തു. എക്സിന് 4 കൊടുത്താൽ y എന്താകും? 4² + y² = 25 ആണല്ലോ. അതായത് y² = 25 - 16 ദാറ്റ് ഈസ് 9. y² = 9 എന്ന് പറയുമ്പോൾ y എന്താകും? √9 ± 3. അപ്പോൾ ഇവിടെ ലെങ്ത് അല്ലേ, ഹൈറ്റ് അല്ലേ, അപ്പോൾ അത് പ്ലസ്സേ ആവുള്ളൂ. ദാറ്റ് ഈസ് y = 3. അപ്പോൾ നമുക്ക് വേണ്ടത് dy/dt ആണ്. dy/dt നമ്മൾ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? -2x/y എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് -2 × എക്സിന് പകരം 4, വൈക്ക് പകരം 3. ദാറ്റ് ഈസ് -8/3. യൂണിറ്റ് എങ്ങനെ എഴുതും? dy/dt ആണ്. y എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ യൂണിറ്റ് ഇവിടെ മീറ്റർ ആയതുകൊണ്ട് ഇവിടെയും മീറ്റർ തന്നെ. അടുത്തത് പെർ സെക്കൻഡ്. ഹൈറ്റ് അല്ലേ, അപ്പോൾ സെൻറ്റിമീറ്റർ പെർ ടൈം സെക്കൻഡ്.